നമസ്കാരം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം യമനാണ്. ഇറാനിലേക്ക് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണെങ്കിൽ യമനിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്ന പേരിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആക്രമണം. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രധാന അടിസ്ഥാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ബോംബിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ഫ്ലാഗ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇസ്രായേൽ പ്രതിരോധ സേനയും സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യമനിലെ ഹൂതി ഭരണകൂടം സൈനിക ആവശ്യങ്ങൾക്കായി തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളും ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഇസ്രയേലിന്റെ ആക്രമണം. അങ്ങനെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യമനിലെ ഹോദേദ, രാസ് ഇസ, അൽ സാലിഫ് തുറമുഖങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും റാസ് ഖദീബിലെ ഒരു പവർ സ്റ്റേഷനുമാണ് ലക്ഷ്യമിട്ടത്. ലക്ഷ്യമിട്ട സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വസ്തുത. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ആയുധങ്ങൾ കൈമാറാൻ ഹൂതി ഭരണകൂടം ഈ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രയേൽ രാജ്യത്തിനും അതോടൊപ്പം സഖ്യകക്ഷികൾക്കുമെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് IDF അവകാശപ്പെടുന്നു. സമീപ ആഴ്ചകളിൽ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് നിന്ന് ഇസ്രയേലിലേക്ക് നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള ഒരു പ്രതികരണമായാണ് ഈ ആക്രമണത്തെയും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷനെയും ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. IDFന്റെ കണക്കനുസരിച്ച് ചെങ്കടലിലെ സമുദ്ര ഗതാഗതം നിരീക്ഷിക്കുന്നതിനും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സുഗമമാക്കുന്നതിനുമായി ഹൂതികൾ ഈ കപ്പലിൽ ഒരു റഡാർ സംവിധാനം സജ്ജീകരിച്ചുവെന്നാണ് IDFന്റെ ആരോപണം. ഹൂതി സൈനിക പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന വൈദ്യുതി വിതരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റാസ് ഖദീബ് പവർ സ്റ്റേഷനെ IDF നിയമാനുസൃത ലക്ഷ്യമായി വിശേഷിപ്പിച്ചു. ഹൂതി ഭരണകൂടം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ മറ്റൊരു ഉദാഹരണമാണ് ഈ IDF കാണുന്നത്. ഹൂതികളെ മേഖലയിലെ ഇറാനിയൻ പിന്തുണയുള്ള സേനാംഗങ്ങളുടെ ഒരു വിശാലമായ ശൃംഖലയുടെ ഭാഗമായാണ് ഇസ്രയേൽ കാണുന്നതെന്ന് പ്രതിരോധ മന്ത്രി കാറ്റ്സ് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ മുന്നറിയിപ്പ് നൽകിയതുപോലെ യമനെയും ഇറാനെ പോലെ പരിഗണിക്കും. ഇസ്രയേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആർക്കും തിരിച്ചടി ലഭിക്കും. ഇസ്രയേലിനെതിരെ കൈയുയർത്തുന്ന ആർക്കും അത് വൻ പ്രഹരമാകും. ഹൂതികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകുന്നത് തുടരുമെന്നും കാറ്റ്സ് എക്സിലെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഹൂതി പ്രസ്ഥാനം ഇറാൻ ഭരണകൂടത്തിന്റെ കേന്ദ്ര പ്രതിനിധിയായി ആവർത്തിക്കുന്നുവെന്ന് ആഗോള ഭീകരവാദ പ്രചാരണത്തിനായി ആയുധങ്ങളും ധനസഹായവും സ്വീകരിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചു. ഹൂതികൾ സമുദ്രമേഖല ഉപയോഗിച്ച് ബലപ്രയോഗം നടത്തുകയും അന്താരാഷ്ട്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നത്. തങ്ങളുടെ പൗരന്മാർക്കെതിരായ ഏത് ഭീഷണിയും ആവശ്യമുള്ളിടത്തോളം നേരിടാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും കാറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞതായി റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ ആക്രമിച്ചു വരികയാണ്. പാശ്ചാത്യ വ്യോമാക്രമണങ്ങൾ താത്കാലികമായി നിർത്തുന്നതിന് പകരമായി ആക്രമണങ്ങൾ നിർത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കരാറിൽ ഒപ്പുവെച്ചെങ്കിലും ഇറാനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണച്ചാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ മാസം ഇസ്രയേലും ഇറാനും തമ്മിൽ നടത്തിയ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷം ഹൂതികൾ ഇസ്രയേലിന് നേരെ നിരവധി ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. മെയ് മാസത്തിലെ ആക്രമണ പരമ്പരയ്ക്ക് ശേഷം യമനിൽ നടക്കുന്ന ഏറ്റവും വിപുലമായ സൈനിക നടപടിയാണ് ഇസ്രയേലിന്റെ ഈ ഏറ്റവും പുതിയ പ്രതികാര ആക്രമണം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം
9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.